ഇപ്പോൾ ദാവത്തിന് വേണ്ടി ഇപ്പോൾ ഫോട്ടോ വീഡിയോ യൂസ് ചെയ്ത് ഇപ്പോൾ സുല്ലാൻ ഹദീസുണ്ട്. ഇപ്പോൾ ക്യാബത്താളിൽ ഏറ്റവും കഠിനമായി ശിക്ഷിക്കുന്നത് ചിത്രം സൗകര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ഇതിപ്പോൾ ഇതൊരു ഹറാമായ സംഗതി ദാവത്തിന് വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണ് നിങ്ങളെ ഉസ്താദുമാർ. അതുപോലെ പിരിവിന് വേണ്ടിയിട്ട് നിങ്ങൾ പിരിവ് എടുക്കുന്നുണ്ട്, അതെല്ലാം നിങ്ങളെ പ്രശ്നമൊക്കെ പറയുന്നുണ്ട്. അതെ, മനസ്സിലായി. അത് ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് ഒരു വിഷയം ഇതാണ്, ദാവ രംഗത്ത് നമ്മളിപ്പോൾ എടുക്കുന്ന വീഡിയോ പോലെ അതല്ലെങ്കിൽ ഫോട്ടോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊരു ഫോട്ടോ എന്ന് പറയുന്ന സാധനം ഇപ്പോൾ ഈ കുറച്ച് മുമ്പ് വന്നിട്ടുള്ള കാര്യമാണല്ലോ, റസൂലുള്ളാഹിൻ്റെ കാലത്തുള്ള കാര്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് വിലക്കിയത് ഫോട്ടോയാണ് നമുക്ക് നേർക്ക് നേരെ പറയാൻ സാധിക്കില്ല, കാരണം അന്ന് ഫോട്ടോ ഇല്ല. എന്താണ് ഹദീസ്? ഒരു തെളിവ് ഉദ്ധരിക്കുന്ന ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഹദീസുകളിൽ പറഞ്ഞ കാര്യമാണ്. എന്താണ്? ലഅനല്ലാഹുൽ മുസവ്വിരീൻ, ചിത്രമുണ്ടാക്കുന്നവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് തെളിവുകളുണ്ട്, ഇഷ്ടം പോലെ, ഒന്ന് രണ്ടോ നല്ല ഒരുപാട് ഹദീസുകൾ, ആവശ്യത്തിൽ സ്വഹീഹ് ഹദീസുകൾ വന്നിട്ടുണ്ട്. പക്ഷെ പണ്ഡിതന്മാർക്കിടയിൽ തർക്കം എന്താണ്? ഈ പറയുന്ന തസ്വീറിൽ ഈ ആധുനികമായി ഒപ്പിയെടുക്കുന്ന ക്യാമറകൾ ഈ വീഡിയോക്ക് പെടുമോ ഇല്ലേ എന്നുള്ള വിഷയത്തിലാണ് പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസം. സലഫി ലോകത്ത് തന്നെ രണ്ട് അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു അത് കൈകൊണ്ട് വരക്കുന്ന ഫോട്ടോ പോലെ തന്നെയാണ് ക്യാമറ കൊണ്ട് എടുക്കുന്നതിൽ അത് വ്യത്യാസമില്ല എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. വേറൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അല്ല, കൈകൊണ്ട് ഒരാൾ ഫോട്ടോ എടുക്കുന്നത്, ചിത്രം വരക്കുന്നതിന് അതിൻ്റെതായ പണികളുണ്ട്. അതൊരാൾ അതിന് നോക്കി അതിനോട്, കാരണം ഹദീസിൽ പറയുന്ന ഇല്ലത്ത്, കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിയോട് ഒരാൾ മത്സരിക്കുക എന്ന് പറയുന്ന അത് ഈ പണിയിലുണ്ട്. ഫോട്ടോ എന്ന് പറയുന്നതിൽ അങ്ങനെ ഒന്നുമില്ല. അള്ളാഹു തആല സൃഷ്ടിച്ച കാര്യത്തെ അങ്ങനെ തന്നെ പകർത്തി കാണിച്ചു തരിക എന്നല്ലാതെ അതിലൊന്നും മറ്റൊന്നുമില്ല. അതിങ്ങനെയുള്ള നിർത്തി, ഇത് അള്ളാഹ് ഇങ്ങനെയാണ് സൃഷ്ടിച്ചത്, പകർത്തി ഇങ്ങനെ കാണിക്കുക, ഇതേ ഉള്ളൂ. അതിൽ വേറൊരാൾ അതിലൊരു തക്ലീഫ്, ഒരു പണിയെടുത്ത് ചെയ്യുന്ന ഒരു രീതിയില്ല. അപ്പം ആ നിലക്ക് തന്നെ പണ്ഡിതന്മാർക്ക് ഈ ഫോട്ടോ എന്ന് പറയുന്ന കാര്യം അത് തസ്വീറിൽ വരികയേ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരുപാട് ആലിമീങ്ങൾ നമുക്ക് ഉദ്ധരിക്കാൻ സാധിക്കും. ഇസാലുൽ ഹൈദാൻ ഹഫ്ളഹുല്ലാഹി അടുത്ത് മരണപ്പെട്ടു പോയ അഹ്ലുസുന്നത്തിന്റെ വലിയ കിബാറായ ഒരു പണ്ഡിതന്മാരിൽപ്പെട്ട ഒരാളാണ്. അദ്ദേഹം പറഞ്ഞത് കാണാം. ഒരുപാട് പണ്ഡിതന്മാർ ഇനി ഉദ്ധരിക്കാൻ സാധിക്കുന്നത് അങ്ങനെ കാണാൻ സാധിക്കും. ഇപ്പുറത്ത് ഇത് പാടില്ല, ഇത് നിഷിദ്ധമാണ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാ, ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ ഒക്കെ അത് പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പം എന്തിനാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? കർമ്മശാസ്ത്രത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്ന ഒരു വിഷയമാണ്. ഞാൻ പറയുന്നത് ദഅവത്തുമായി ബന്ധപ്പെട്ട വിഷയമല്ല, മറിച്ച് ഫോട്ടോ എന്ന് പറയുന്ന കാര്യത്തിൽ തന്നെ അത് പെടുകയില്ല എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്, അത് ഇതിൽ പെടുമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഇനി രണ്ടാമത്തെ വിഷയം, ഇത്തരം ഇതൊരു ഹറാമാണെന്ന് മനസ്സിലായി, ഇത് ദഅവാ രംഗത്ത് ഉപയോഗിക്കുന്നതാണ് അടുത്ത വിഷയം. അപ്പോൾ ചില പണ്ഡിതന്മാർ പറഞ്ഞു ഇത് നിഷിദ്ധമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് ദഅവാ രംഗത്തേക്കും ഉപയോഗിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് അതിനെ പാടെ ഒഴിവാക്കണം, നമ്മളതല്ലാത്ത മാർഗങ്ങൾ സ്വീകരിച്ചാൽ മതി, കാരണം ഹറാം കൊണ്ട് ദഅവത്ത് നടത്തേണ്ടതില്ലല്ലോ എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരെ കാണാൻ സാധിക്കും. എന്നാൽ വേറെ ചില ഉലമാക്കൾ, ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹി പോലെയുള്ള പണ്ഡിതന്മാർ, ഞാൻ പ്രധാനികളുടെ പേര് മാത്രമേ പറയുന്നുള്ളൂ, ധാരാളക്കണക്കിന് പണ്ഡിതന്മാരുണ്ട്, അവർ പറഞ്ഞു നമ്മൾ പേഴ്സണൽ കാര്യത്തിന് ഫോട്ടോ ഒക്കെ ഉപയോഗിക്കാമെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അതായത് ഹറാമാണെന്ന് പറയുന്നവർ തന്നെ ഫോട്ടോ എന്തിനെടുക്കുന്നുണ്ട്? പാസ്പോർട്ടിന് എടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ ആധാർ കാർഡിന് എടുക്കുന്നുണ്ടാകും, ഒരു സിം എടുക്കണമെങ്കിൽ അതിനെടുക്കുന്നുണ്ടാകും. അങ്ങനെ പല കാര്യത്തിനും ഫോട്ടോ കാര്യങ്ങളൊക്കെ പേഴ്സണൽ ബെനിഫിറ്റിന് ആളുകൾ എടുക്കുന്നുണ്ട്, വ്യക്തിപരമായ ഉപയോഗങ്ങൾക്ക് എടുക്കുന്നുണ്ട്. അപ്പൊ വ്യക്തിപരമായ മസ്ലഹത്തുൻ ഖാസയെക്കാളും പരിഗണിക്കേണ്ടത് മസ്ലഹത്തുൻ ആമ്മ, മൊത്തം ഉമ്മത്തിന് ഉപകരിക്കുന്ന കാര്യമാണ്. അപ്പൊ മൊത്തം ഉമ്മത്തിന് ഇത്തരം ഫോട്ടോ വീഡിയോ പോലെയുള്ള ദഅവത്തുകൾ കൊണ്ട്, പ്രത്യേകിച്ചും അതിന്റെ വീഡിയോ അത് ആളുകളിലേക്ക് എത്താൻ ഒരുപാട് ഉപകാരം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനുപയോഗിക്കാമെങ്കിൽ അതിനേക്കാളേറെ ദഅവാ രംഗത്ത് ഇത് ഉപയോഗിക്കാം എന്നാണ് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹി പോലുള്ള പണ്ഡിതന്മാർ. ആധുനികരായ ഷെയ്ഖ് സാലിഹ് ഫൗസാൻ ഹഫ്ളഹുല്ലാഹ് അദ്ദേഹം ഒക്കെ ഈ നിലക്ക് വീഡിയോ ദഅവത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതും കാണുന്നുണ്ട്. അപ്പം ആ നിലക്ക് ദഅവത്തിന് വേണ്ടി വീഡിയോ ഉപയോഗിക്കുന്നത് തെറ്റല്ല എന്നാണ് ഒരു ഭാഗം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ ദഅവാ രംഗത്ത് പോലും കാണാൻ സാധിക്കും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു മർമ്മം എന്താണെന്ന് വെച്ചാൽ, ഒരാൾ അതിനൊരു ഫോട്ടോ നിരുപാധികം ഹറാമാണെന്ന് കണ്ടാലും ശരി, ഇനി അതല്ല അത് ഇത്തരം ദഅവാ രംഗങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് കണ്ടാലും ശരി, എങ്ങനെയാണെങ്കിലും ശരി, അത് ചെയ്യുന്ന ആളുകളെ അയാൾ ദലാലത്തിന്റെ ആളുകളാണ്, വഴികേടിന്റെ ആളുകളാണ് എന്ന് പറയുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇത് ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, പല വിഷയങ്ങളിലും ഇത് വരുന്നുണ്ട്. പല വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ, ഫിഖ്ഹിയായ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയതനുസരിച്ച് നമുക്ക് ചെയ്യാം. പക്ഷേ മറ്റേ അഭിപ്രായമാണ് ശരി എന്ന് മനസ്സിലാക്കിയ ഒരാളെ
അയാൾ ദലാലത്തിലാണ്, അല്ലെങ്കിൽ ഇത് കാരണത്താൽ അയാൾ സ്വഹാബികളുടെ മാർഗത്തിലല്ല, മൻഹജു സലഫിലല്ല, അയാൾ വഴികേടിലാണ്, അതല്ലെങ്കിൽ അയാളുടെ ദേഹേച്ഛയെ പിൻപറ്റുന്നവനാണ് എന്ന് അയാളുടെ നിയ്യത്തിനെ ചോദ്യം ചെയ്യുന്ന രൂപത്തിൽ സംസാരിക്കുക എന്നുള്ളത് പണ്ഡിതന്മാരിൽ പരിഗണിക്കപ്പെട്ട ഒരാളും ചെയ്തിട്ടില്ല. ഇപ്പൊ ഈ പറഞ്ഞ ഫോട്ടോ നിരുപാധികം ഹറാമാണെന്ന് പറഞ്ഞ എത്ര പണ്ഡിതന്മാരുണ്ട്? ഷെയ്ഖ് അൽബാനി റഹിമുള്ളയെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല. അപ്പം അദ്ദേഹം പോലും ഒരു കാര്യത്തിൽ പോലും എവിടെ പോലും ദഅവത്തിന്റെ മേഖല ഉപയോഗിക്കുന്ന പണ്ഡിതന്മാർ ആ കാലഘട്ടത്തിലുണ്ട്. അവരാരെങ്കിലും ദലാലത്തിന്റെ ആളുകളാണോ അല്ലെങ്കിൽ അവർ ഹിസ്ബികളുടെ ഒരു അടയാളമാണെന്നോ ഒന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. എന്തിനാണ് അവിടെ പല വഴികേടിന്റെ കക്ഷികളൊന്നും ഉണ്ടായിരുന്നു. അവർ ഈ വീഡിയോ ഉപയോഗിക്കുന്നതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നമെന്നോ ഒന്നും തന്നെ എന്ത് ചെയ്തിട്ടില്ല, പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ല. അപ്പൊ അതൊരു പുതിയ ഒരു വാദമാണ്. ഇത്തരത്തിൽ ഫിഖ്ഹിയായ വിഷയത്തിന്റെ പേരിൽ ആളുകളെ ദലാലത്തിന്റെ ആളുകളെക്കായി കാണിക്കുക എന്ന് പറയുന്നത് പുതിയ രീതിയാണ്. ഇത് കണ്ടുവരെ നമുക്കറിയാം. ചോദിച്ചത് യമനുമായി ബന്ധപ്പെട്ട് ചില ദാവ ഗ്രൂപ്പുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. യമനിൽ പഠിച്ചുകൊണ്ട് അങ്ങനെ വന്ന ആളുകൾ. ഇവരിൽ കാണുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇത്തരം ഫിഖ്ഹിയായ വിഷയങ്ങൾ, അതിൻ്റെ അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇത്തരം ഇജ്തിഹാദിയായ വിഷയങ്ങൾ അത് മനസ്സിലാക്കാതെ അതും കള്ള് ഹറാമാകുന്നത് പോലെ ഖത്ഈയായ ഒരു വിഷയം പോലെയാണ് ഇത്തരം മസ്അലകളെ കാണുന്നത്. അങ്ങനെ ഇത്രയും ഹദീസിൽ 20, 14 100 ഹദീസുകൾ ഉണ്ടായാലും തർക്കം ഹദീസിന്റെ എണ്ണത്തിലല്ല, ഇത്ര ഹദീസുകൾ ഉണ്ടെന്നാണ് തർക്കം. ഈ തസ്വീർ എന്ന് പറയുന്നത് ഫോട്ടോയിൽ പെടുവില്ല എന്നാണ്. അത് പെടൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ഹദീസുകൾ ഉണ്ടായാലും ഇപ്പുറത്തുള്ള പണ്ഡിതന്മാർ വിശദീകരിക്കുക അതെല്ലാം ചിത്രം വരയ്ക്കുന്നതിനെ കുറിച്ച് മാത്രമാണ്. എല്ലാം ചിത്രം വരയ്ക്കുക, അത് ഇപ്പുറത്തേക്ക് വരുന്നില്ല. ഇനി ആണെന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പോലും എന്താണ് ദഅവ രംഗത്ത് ഉപയോഗിക്കാം, അങ്ങനെ ഉപയോഗിക്കുന്നവർ ദലാലത്തിന്റെ ആളുകളായി കാണേണ്ടതില്ല എന്ന്. അതുകൊണ്ട് അവരുടെ ഏറ്റവും വലിയൊരു അബദ്ധമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരാൾ ഫോട്ടോ വീഡിയോ ദഅവത്തിന് ഉപയോഗിക്കുന്നതിനെ ഒരാൾ ദലാലത്തിലായി കാണുന്നുണ്ട് എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അത് ഒരു അബദ്ധമായിട്ടാണ്. ഫിഖ്ഹിൽ അവർക്ക് തീരെ ഒരു കാഴ്ചപ്പാടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതല്ലെങ്കിൽ അവർ പരിഗണനീയമായ ഏതെങ്കിലും ഒരു ആലിമിനോട് അത് ചോദിച്ച് മനസ്സിലാക്കണം. അല്ലാഹു തആല പറഞ്ഞു ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. അറിവില്ലാത്ത കാര്യം അറിവുള്ളവർ ചോദിക്കുക. ഇങ്ങനെ ഒരു വിഭാഗം ദഅവ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഫോട്ടോ വെക്കുന്നുണ്ട് അല്ലെങ്കിൽ വീഡിയോ വെക്കുന്നുണ്ട്, അത് ഒരു ഹിസ്ബിയത്തിലാണ് ദലാലത്തിലാണ് എന്ന് അറിയിക്കുന്നതാണോ എന്ന് പണ്ഡിതനോടും ചോദിക്കുക. നമ്മൾ മനസ്സിലാക്കുന്ന ഈ പറയപ്പെടുന്ന ഒരു പണ്ഡിതൻ പോലും എന്ത് ചെയ്തിട്ടില്ല, ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. ഇവർ മാത്രം പരിചയപ്പെടുത്തുന്ന ചില പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളിൽ ചിലർ അത് പറയുന്നു എന്നല്ലാതെ പരിഗണനീയമായ കിബാറുകളായ അഹ്ലുസുന്നത്തിൽപ്പെട്ട ഒരു ആലിമും എന്ത് ചെയ്തിട്ടില്ല അതിൻ്റെ പേരിൽ മാത്രം ഇന്ന് അവർ ദലാലത്തിലാണ് എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ പേരിൽ ആളുകളെ നിയ്യത്തിനെ ചോദ്യം ചെയ്യുക, പ്രശംസ ഉദ്ദേശിച്ചിട്ടാണ്, അവൻ ഇന്നതാണ് എന്നൊക്കെ പറയുക. ഇവിടെയൊക്കെ അള്ളാഹുവിനെ സൂക്ഷിക്കട്ടെ, ഒരാൾ നാവിനെ സൂക്ഷിക്കട്ടെ. മറ്റൊരാൾ അയാളുടെ നിയ്യത്തിനെ ഇത്തിഹാം ചെയ്യുക, അതിനെ ചോദ്യം ചെയ്യുക, സംശയിക്കുക, ഒരു മുസ്ലിമിനോട് സൂഅ്ന് പുലർത്തുക, ഇങ്ങനെ അനേകം കാര്യങ്ങൾ ഇപ്പുറത്തുണ്ട്. അതൊന്നും പാലിക്കാതെ അതിൻ്റെ പേരിൽ ആളുകൾ ഗീബത്ത് പറയുക, നമീമത്ത് പറയുക, ഇതിനൊന്നും സലഫിയത്ത് കാണിക്കാതെ ഈ വിഷയത്തിൽ ചെയ്യുന്ന ആളുകളാണ്. ഇനി ഇതേപോലെ തന്നെ ഇതിനെ പരിഹസിക്കുന്ന വേറൊരു വിഭാഗം ആളുകളുണ്ട്. കാരണം ചില ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു കാലഘട്ടത്തിൽ തസ്വീർ ഹറാമാണ്, വീഡിയോ ഒന്നിനും പാടില്ല എന്ന് പറഞ്ഞ ആൾക്കാർ പിന്നീട് അത് എടുക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ വേറെ ചില ആൾ കണ്ടില്ലേ നിങ്ങൾ നേരത്തെ പറഞ്ഞതിൽ നിന്ന് മാറി എന്ന് പറഞ്ഞ് പരിഹസിക്കാനായിട്ടൊരു വിഭാഗം ചില സംഘടനക്കാരൊക്കെ അതിനുവേണ്ടി എപ്പോഴും വരെ പണിയതാണ്. എവിടെയെങ്കിലും കണ്ടാൽ നിങ്ങൾ ഒരു കാലത്ത് ശരിയാണ്, ഒരു കാലത്ത് ഉലമാക്കൾ പറഞ്ഞത് അടിസ്ഥാനത്തിൽ തന്നെ അതാണ് ഏറ്റവും ശരിയായി മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ വീഡിയോവും ഫോട്ടോവും ഒന്നും തന്നെ പാടില്ല എന്ന് പറഞ്ഞ ആളുകൾക്ക് പിന്നീട് ഫിഖ്ഹിയായിട്ട് ഇതാണ് കൂടുതൽ ശരിയെന്ന് മനസ്സിലായപ്പോൾ അതിലേക്ക് മാറി. ഇത് ഏത് കാലഘട്ടത്തിലും ലോകത്ത് ഉലമാക്കൾ ചെയ്ത കാര്യം. ഇമാം ഷാഫിക്കൊക്കെ ഖൗലു ഖദീമും ഖൗലു ജദീദൊക്കെ ഉണ്ടാകും. കാരണം ഇതാണ് കൂടുതൽ ശരി. ഇജ്തിഹാദ് തെളിവൊക്കെ നേരത്തെ ഉള്ളതല്ലേ, ശരിയാണ്. ഇമാം ഷാഫി അഭിപ്രായം പറയുമ്പോൾ എത്രയോ 100 കണക്കിന് വർഷം മുമ്പ് ഖുർആൻ ഹദീസൊക്കെ ഉണ്ട്. പക്ഷെ മനസ്സിലാക്കിയപ്പോൾ ഇതാണ് ശരിയെന്ന് ആദ്യം മനസ്സിലാക്കി, പിന്നീട് അതല്ല ശരി, ഇതാണ് ശരിയെന്ന് മനസ്സിലാക്കി. അങ്ങനെ ഒരാൾ കൂടുതൽ ശരി ഏതാണ് മനസ്സിലാക്കി അതിലേക്ക് പോകാം. അതിലെന്താണ് തെറ്റ്? കളിയാക്കുന്ന ആളുകൾക്ക് അതുകൊണ്ട് എന്താണ് കിട്ടുന്നത്, എന്ത് സുഖമാണ്, എന്ത് മനസ്സുഖമാണ് അതുകൊണ്ട് കിട്ടുന്നത് എന്നറിയില്ല. അതുകൊണ്ട് കാര്യം കൃത്യമായി മനസ്സിലാക്കുക. ആ വിഷയത്തിൽ പണ്ഡിതന്മാരൊരാളും അങ്ങനെ ദഅവ രംഗത്ത് വീഡിയോ ഫോട്ടോ ഉപയോഗിക്കുന്നത് അത് പാടില്ല, അത് തെറ്റാണ്, അതിൻ്റെ പേരിൽ ഒരാൾ ദലാലത്തിലാണ്, ഹിസ്ബിയത്തിലാണ് എന്നാരും പറഞ്ഞതായിട്ട് നമ്മുടെ അറിവിലില്ല. വല്ലാഹു അഅലം. പിരിവ് എനിക്കറിയില്ല. അങ്ങനെ ഒരു പിരിവുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർക്ക് ഒരു അഭിപ്രായ വ്യത്യാസം തന്നെ നിലനിൽക്കാത്ത കാര്യം. അതൊരു പിരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതും ഒരു വിഷയം ഈ പറഞ്ഞ ഏതുമായി ബന്ധപ്പെട്ട ഒരു അബദ്ധമാണത്. അതായത് പിരിവ് പാടില്ല എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതെന്തിൻ്റെ പേരിലാണ്? ജനങ്ങളോട് ചോദിക്കാൻ പാടില്ല എന്നുള്ള കാര്യം ഒരു മസ്അലയുണ്ട്. ജനങ്ങളോട് ചോദിക്കുന്ന ഒരു വിഷയമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 വിഭാഗം ആളുകൾക്കല്ലാതെ ജനങ്ങളോട് ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഹദീസാണ്. അത് ആവശ്യക്കാരനല്ലാതെ ചോദിക്കാൻ പാടില്ല എന്നാണ്. അതൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ച് സ്വന്തത്തിന് വേണ്ടി ചോദിക്കുമ്പോൾ മാത്രമാണ്.
നമുക്ക് സ്വന്തത്തിന് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വരുമാനം നൽകിയിട്ടുണ്ട് എങ്കിൽ ആൾക്കാരുടെ കൈ നീട്ടുക എന്നത് ഹറാമായ കാര്യം, ചെയ്യാൻ പാടില്ല. ഭിക്ഷാടനം എന്ന് പറയുന്നത് ഒരാൾക്ക് ജീവിക്കാനുള്ള പണമുണ്ട്, ചിലവിനുള്ള പണമുണ്ട്, അയാൾ ആളുകളോട് കൈ നീട്ടുക എന്ന് പറയുന്നത് ഹറാമായ കാര്യമാണ്. വളരെ ഗൗരവമുള്ള ഹദീസുകൾ വന്നിട്ട് പരലോകത്ത് എത്തിക്കഴിഞ്ഞാൽ മുഖത്ത് ഇറച്ചി മാംസം ഇല്ലാത്ത രൂപത്തിൽ അവൻ വഷളായി പോകും. ഇതൊക്കെ ഹദീസ്, ഇതൊക്കെ സ്വന്തത്തിന് വേണ്ടി ചോദിക്കുമ്പോഴാണ്. എന്നാൽ ഒരു മസ്ജിദ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആളുകളോട് പണം ചോദിക്കുക തെറ്റായ കാര്യമല്ല. ഒരു ദഅവ പ്രവർത്തനം നടത്തുന്നതിനോട് ജനങ്ങളോട് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ട്. അത് തആവനു അലൽ ബിർരി വത്തഖ്വ എന്ന ആയത്തിന്റെ പരിധിയിൽ വിടുന്ന പണ്ഡിതന്മാർ പറയുന്നത്. തഖ്വയിലും ഖൈറിലും ഒക്കെ അത് പരസ്പരം സഹകരിക്കുക എന്നുള്ളതാണ്. അത് ആക്ഷേപാർഹമായ പിരിവാണ് എന്ന് പണ്ഡിതന്മാരും പരിഗണനീയമായ പണ്ഡിതന്മാരും പറഞ്ഞിട്ടില്ല. ഇനി ഏതെങ്കിലും പണ്ഡിതൻ അത് അബദ്ധവശാൽ ഒരു വിഷയം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് ആ പണ്ഡിതന്റെ ഒരു ജല്ലത്തായി തെറ്റായി മനസ്സിലാക്കുക എന്നുള്ളതല്ലാതെ അത് ശരിയല്ല. അങ്ങനെ ചെയ്യുക എന്ന് പറയുന്നത് ശരിയല്ല. കാരണം അതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താണ്? അതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് സ്വന്തത്തിന് ചോദിക്കുക എന്നുള്ള വിഷയമാണ്. ഈ ആക്ഷേപിക്കുന്ന ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞു യമനുമായി ബന്ധപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ട ആളുകൾ, ഇവർ മസ്ജിദ് ഉണ്ടാക്കുമ്പോൾ ഇവർ ആളുകളോട് പേഴ്സണലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പിരിവ് ചോദിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ പിരിവ് ചോദിക്കാൻ പാടില്ല, ഒരാളോട് ചോദിക്കാൻ പാടില്ല. ഇങ്ങനെ അവിടെ ഇരുന്നിട്ട് കൊണ്ടുതരുന്ന ആൾക്കാർ വന്ന് കൊണ്ടുതരട്ടെ, അങ്ങനെ പൈസ കിട്ടുമ്പോൾ പള്ളി ഉണ്ടാക്കാം എന്ന് തീരുമാനിച്ചാൽ മതിയായിരുന്നു. അല്ല, ഇവരെത്രയോ ആളുകളോട് എന്ത് ചെയ്യുന്നുണ്ട്? ചോദിക്കുന്നുണ്ട്. അപ്പം ഇവരുടെ അങ്ങനെ പോസ്റ്റർ ഒന്നും ആക്കി ചോദിക്കരുത്. ചോദിക്കുമ്പോൾ ഇങ്ങനെ പേഴ്സണലി വാട്സപ്പിലും മെസ്സേജൊക്കെ ആയിട്ടും ഒക്കെ ചോദിക്കണം. അതുകൊണ്ട് തമ്മിൽ എന്താ വ്യത്യാസം? മസാലയിൽ എവിടെയാണ് അത് വേർതിരിയുന്നത്? ഒരു ഫിഖ്ഹിയായ മസാല ചർച്ച ചെയ്യുമ്പോൾ അതിനൊരു മാനദണ്ഡം വേണ്ടേ? പോസ്റ്റർ ഉണ്ടാക്കുമ്പോൾ മാത്രം പ്രശ്നം, അത് നേരിട്ട് ചോദിച്ചാൽ കുഴപ്പമില്ല. അതിലെന്താണ്? അതിലെന്തൊരു മസ്ലഹത്ത് ഉണ്ടെങ്കിൽ ഓക്കെ. ഇപ്പം നമ്മൾ ആൾക്കാർ അധികം അറിയാതെ അങ്ങനെ പോയി ചെയ്യാം, അങ്ങനെ ചെയ്തോളൂ, യാതൊരു കുഴപ്പം. പക്ഷെ ഇപ്പുറത്തെ ആൾ പോസ്റ്റർ ഉണ്ടാക്കിയതാണ് പ്രശ്നം എന്ന് പറയാൻ എന്താണ്? ഒരു പള്ളിയിൽ ഒരു മർക്കസിൽ ഇത്ര ചെലവുണ്ട്, മാസാമാസം ഇത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട്, സാധിക്കുന്നവരെന്തെങ്കിലും ചെയ്യണം എന്നൊരു പോസ്റ്റർ ഉണ്ടാക്കി അത് വേഗത്തിൽ എത്താനുള്ള ഒരു മാർഗം മാത്രമാണ്. അത് ഹറാമാണെന്ന് ആരാണ് പറഞ്ഞിട്ടുള്ളത്? അതൊരു അബദ്ധമായ മനസ്സിലാക്കേണ്ട, മൊത്തത്തിൽ ഫിഖ്ഹിയായ വിഷയങ്ങൾ മനസ്സിലാക്കുന്നത് വളരെ ദഈഫായ ഒരു വിഭാഗമാണ് ഈ പറഞ്ഞ ആളുകൾ. അഭിപ്രായ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ അറിയാതെ അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ, അതായത് അദബുൽ ഖിലാഫ് തീരെ ഇല്ല എന്ന് പറയാം. ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട് എങ്കിൽ എന്ത് മാന്യതയാണ് എതിരഭിപ്രായം കാണിക്കുന്ന ആൾക്കാരോട് എടുക്കേണ്ടത് എന്നറിയില്ല. അങ്ങനെ ഈ പറയുന്ന ആൾ ഇപ്പൊ തസ്വീറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആണെങ്കിൽ ഞാൻ വേറൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ ഒരാൾ നിസ്കാരത്തിൽ പുറകെ ഇമാം ഉച്ചത്തിൽ ഓതുന്ന സമയത്ത് ഫാത്തിഹ ഓതണോ വേണ്ട എന്നുള്ള അഭിപ്രായ വ്യത്യാസം, ശക്തമായ അഭിപ്രായ വ്യത്യാസമാണ്. ഇമാമ ഉച്ചത്തിൽ ഓതുന്നത്, അഥവാ മഗ്രിബിന്റെ ആദ്യത്തെ 2 റക്അത്തിൽ, ഇശായുടെ ആദ്യത്തെ 2 റക്അത്തിൽ, ഫജറിന്റെ 2 റക്അത്തിൽ, ഈ 6 ഫാത്തിഹകൾ ഇമാമും ഓതണോ വേണ്ട എന്നുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇമാം ഉച്ചത്തിൽ ഓതുമ്പോൾ ഓതേണ്ടതില്ല എന്ന അഭിപ്രായം, ശക്തമായ അഭിപ്രായം. ഷെയ്ഖ് സാലിഹ് ഫൗസാനെ പല പണ്ഡിതന്മാരുടെ അഭിപ്രായം. എന്നാൽ ഇപ്പുറത്തെ ഹദീസ് എന്താണ്? ലാ സ്വലാത്ത ലിമൻ ലം യഖ്റ ബിഫാത്തിഹത്തിൽ കിതാബ്, ഫാത്തിഹ ഓതാത്തവന് നിസ്കാരം ഇല്ല എന്നാണ്. അപ്പോൾ ഒരുവൻ നിസ്കരിച്ചു, ഫാത്തിഹ ഓതിയിട്ടില്ല, മറ്റവൻ പറയാണ് ഫാത്തിഹ ഓതാത്തവന് നിസ്കാരമില്ല, നീ നിസ്കരിച്ചിട്ടില്ല, നീ കാഫിറാണ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇതിനേക്കാളും ഗൗരവമുള്ള വിഷയമല്ലേ നിസ്കാരത്തിൽ ഫാത്തിഹ ഓതാന്ന് പറയുന്നത്? തസ്വീറിനേക്കാൾ. തസ്വീർ കാഫിറാന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. തസ്വീർ എടുത്ത ഫോട്ടോ എടുത്ത കാഫിറാന്ന് ആരും പറഞ്ഞു. നിസ്കരിച്ചിട്ടില്ല, നിന്റെ നിസ്കാരം ശരിയായിട്ടില്ല. കാരണം എന്താ? ഫാത്തിഹ ഓതണം എന്നുള്ള തെളിവ് എൻ്റെ അടുത്ത് ആയിരക്കണക്കിന് തെളിവുണ്ടെന്ന് പറഞ്ഞിട്ട് സംസാരിച്ചിട്ട് ഈ അഭിപ്രായം എടുത്താൽ നീ ദലാലത്താണ്, നീ ഹവൻ്റെ ആളാണ്, നീ ഫാത്തിഹ ഓതാൻ എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് നിന്റെ മഗ്രിബ് ശരിയായിട്ടില്ല, ഇശ ശരിയായിട്ടില്ല, ഫജർ ശരിയായിട്ടില്ല എന്ന് ഇപ്പുറത്തൊരു പറയാൻ നിന്നാൽ എന്തായിരിക്കും അവസ്ഥ? വളരെ ഗൗരവമുള്ള കാര്യമല്ല. അപ്പം ആ കാര്യത്തിൽ അവൻ അതാണ് തെളിവ് മനസ്സിലായത്. ഫാത്തിഹ ഓതേണ്ടതില്ല, കേട്ടുന്നാൽ മതി, ഫാത്തിഹ ഓതേണ്ടതില്ല, പ്രാരംഭ പ്രാർത്ഥന അതിനും മിണ്ടാതെ നിന്നാൽ മതി, പിന്നെ ഒന്നും ചെയ്യേണ്ടതില്ല, പിന്നെ റുക്കൂഉ സുജൂദൊക്കെ ചെയ്യണം എന്ന് ഒരാളെ മനസ്സിലാക്കും. അപ്പോൾ അയാളെ ദലാലത്തിന്റെ ആളാക്കാൻ നോക്കിയാൽ എന്തായിരിക്കും അവസ്ഥ? നിന്റെ നിസ്കാരം തന്നെ ശരിയായിട്ടില്ല എന്നാണ് പറഞ്ഞത്, ഫാത്തിഹ ഓതിട്ടില്ലെങ്കിൽ. ഇപ്പുറത്തും ഫാത്തിഹ ഓതാനുള്ള കാരണം തന്നെ നിസ്കാരം ശരിയാകണം എന്നുള്ളത് കൊണ്ടാണ്. അപ്പം അത്തരം അഭിപ്രായ വ്യത്യാസങ്ങളും ശരിക്കും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ വലിയ ഗൗരവമായിരിക്കും. അത് പണ്ഡിതന്മാർ ഒരാൾ പോലും പറയാത്ത കാര്യം. അതുകൊണ്ട് ഈ വിഷയം ഞാൻ ഫോട്ടോഗ്രാഫിയുമായി ബന്ധപ്പെട്ട് ഒന്നുകൂടി പറയാം. പണ്ഡിതന്മാർ ഒരാളും പറയാത്ത കാര്യമാണ് ദഅവത്തിൽ ഒരാൾ ഫോട്ടോ എടുക്കുന്നത് കൊണ്ട് മാത്രം ഇന്ന് ആൾക്കാർ ദലാലത്തിലാണ് എന്ന് പറയുന്നത്. ഒരു പണ്ഡിതന്മാരും അറിയപ്പെടുന്ന ഒരു പണ്ഡിതന്മാരും അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നിട്ടും അത് അഭിമാനപൂർവ്വം കൊണ്ടു നടക്കുന്നു എന്നുള്ളത് എത്ര വലിയ ജഹാലത്താണെന്നാണ് മനസ്സിലാക്കി. ഈ കാലഘട്ടത്തിൽ എല്ലാ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ മനസ്സിലാക്കാനും മറ്റുമൊക്കെ വഴികളുണ്ട്. എന്നിട്ട് പോലും ഇതെങ്ങനെ കൊണ്ടു നടക്കുന്നു എന്നറിയില്ല. അത്രമേൽ വിവരമില്ലായ്മയാണോ അതൊരു അലങ്കാരമായി കാണുകയാണോ എന്ന് തോന്നിപ്പോവുകയാണ്. അല്ലാഹു അഅലം.